ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബലിപെരുന്നാൾ പൊതു അവധി പ്രഖ്യാപിച്ച് ബഹ്റൈൻ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബഹ്റൈനിൽ 4 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ജൂൺ 5 മുതൽ 8 വരെ 4 ദിവസത്തേക്കാണ് അവധി. രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അറഫ ദിനത്തിലും ഈദുൽ അദ്ഹയുടെ ദിവസങ്ങളിലും അവധിയായിരിക്കും. വാരാന്ത്യ അവധികളായ വെള്ളി, ശനി എന്നിവയ്ക്ക് പകരമായി ജൂൺ 9, 10 ദിവസങ്ങളിലും അവധി ലഭിക്കും. ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം സൗദിയിലെത്തി. ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ സംഘം സൗദിയിലെത്തി. ആദ്യ ദിവസം കിങ് ഫഹദ് ഖോസ്വേ വഴി 1200 തീർത്ഥാടകരാണ് എത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ കോസ്വേ കടന്ന് സൗദിയിൽ എത്തിച്ചേരുമെന്ന് ബഹ്റൈൻ ഹജ്ജ് മിഷൻ വ്യക്തമാക്കി. പ്രഥമ ഹജ്ജ് സംഘത്തെ കിഴക്കൻ പ്രവിശ്യയിലെ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായി സ്വീകരിച്ചു. തീർത്ഥാടകരുടെ പ്രവേശന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക ഉപകരണങ്ങളും ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കിയെന്ന് സൗദി പാസ്പോർട്ട് മന്ത്രാലയം അറിയിച്ചു. കിങ് ഫഹദ് കോസ്വേ ക്രോസിംഗിലെ ആരോഗ്യ നിരീക്ഷണ കേന്ദ്രം സഹോദര രാജ്യത്തിൽ നിന്ന് എത്തുന്ന അതിഥികൾക്ക് ആരോഗ്യ പ്രതിരോധ സേവനങ്ങളും നൽകുന്നുണ്ടെന്ന് കിഴക്കൻ പ്രവിശ്യ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. തീർത്ഥാടകർക്ക് ഹജ്ജ് യാത്രയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പാലിക്കേണ്ട ആരോഗ്യ രീതികളെക്കുറിച്ച് ആരോഗ്യ അവബോധം വളർത്തുകയെന്നതാണ് ആരോഗ്യമുള്ള ഹജ്ജ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കിങ് ഫഹദ് കോസ്വേ ഹെൽത്ത് മോണിറ്ററിംഗ് സെന്ററിലെ ടെക്നിക്കൽ സൂപ്പർവൈസർ ഡോക്ടർ മുഹമ്മദ് അൽ ഷഹ്റാനി പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങളുടെ സുഗമവും സുരക്ഷിതവുമായ നിർവഹണം ഉറപ്പാക്കാൻ ബഹ്റൈൻ ഹജ്ജ് മിഷനും സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട അധികാരികളും പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ബഹ്റൈൻ ഹജ്ജ് ഉംറ കാര്യങ്ങളുടെ സുപ്രീം കമ്മിറ്റി എല്ലാ തീർത്ഥാടകരോടും ആഹ്വാനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ദേവ്ജി BKS GCC കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കും. രാജീവ് കുമാർ മിശ്ര CDA ഇന്ത്യൻ എംബസി കൗൺസിലർ മുഖ്യാതിഥിയായും സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ്, മാധുരി പ്രകാശ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ സ്കൂൾ, ദേവ്ജി ഗ്രൂപ്പ് എന്നിവർ വിശിഷ്ടാതിഥികളായി സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. 5 ഗ്രൂപ്പുകളിലായി 1.5 മാസക്കാലം നീണ്ടുനിന്ന കലോത്സവത്തിൽ ഇഷ ആഷിഖ് കലാതിലകമായും, ശൗര്യ ശ്രീജിത്ത് കലാപ്രതിഭയായും, സഹാന മോഹൻരാജ് ബാലതിലകമായും തെരഞ്ഞെടുക്കപ്പെട്ടു. അയന സുജിത്, അർജുൻ രാജ്, പ്രിയംവദ NS, സ്നേഹ ജഗദീഷ് എന്നിവർക്ക് പുറമെ നിഹാര മിലൻ, പുണ്യ ഷാജി, ഹന്ന ആൽവിൻ, പ്രിയംവദ NS എന്നിവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായി. ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ മാതൃകയിൽ കഴിഞ്ഞ 25 വർഷമായി നടന്നുവരുന്ന പ്രവാസ ലോകത്തെ ശ്രദ്ധേയമായ മത്സരമായി മാറിക്കഴിഞ്ഞ കലോത്സവത്തിൽ 135 വ്യക്തിഗത ഇനങ്ങളിലായി 700ഓളം കുട്ടികളും 14 ഗ്രൂപ്പ് ഇനങ്ങളിലായി 79 ടീമുകളുമാണ് മത്സരിച്ചത്. വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളിലായി 1200ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിൽ കേരളത്തിൽ നിന്നുള്ളവരടക്കം 125 പേർ വിധികർത്താക്കളായി എത്തിയതായി സംഘാടകർ അറിയിച്ചു. ബിറ്റോ പാലമാറ്റത്ത് കൺവീനറും സോണി KC, രേണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ജോയിന്റ് കൺവീനറുമായ സംഘാടക സമിതിയാണ് കലോത്സവത്തിന്റെ ഏകോപനം നിർവഹിച്ചത്. വിനോദ് അലിയത്ത് രചിച്ച വൈറ്റ് എന്ന പ്രഥമ ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം ജൂൺ 1-ന്. ബഹ്റൈൻ കേരളീയ സമാജം മെമ്പർഷിപ്പ് സെക്രട്ടറി വിനോദ് അലിയത്ത് രചിച്ച വൈറ്റ് എന്ന പ്രഥമ ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം സമാജം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ഞായറാഴ്ച ബാബുരാജ് ഹാളിൽ വെച്ച് 8 മണിക്ക് നടക്കും. സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ആദ്യ കോപ്പി സ്വീകരിക്കും. ചടങ്ങിൽ സമാജം മലയാളം പാഠശാലയുടെ പ്രിൻസിപ്പൽ ബിജു M സതീഷ് പുസ്തകം പരിചയപ്പെടുത്തും. ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി വിനോദ് അലിയത്ത് അറിയിച്ചു.
ഗൾഫ് മാധ്യമവും മീ ഫ്രണ്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ സംഗീത പരിപാടി വൈബ്സ് ഓഫ് ബഹ്റൈൻ ജൂൺ 7 ക്രൗൺ പ്ലാസയിൽ അരങ്ങേറും. സിനിമ, ആൽബം, സ്റ്റേജ് എന്നീ മേഖലകളിൽ വേറിട്ട സംഗീത ശൈലി കൊണ്ട് ജനഹൃദയം കീഴടക്കിയ അനുഗ്രഹീത ഗായകൻ അഫ്സലും ശബ്ദമാധുര്യം കൊണ്ട് കലാഹൃദയ ഭൂമികയിൽ പാട്ടിന്റെ പറുദീസ തീർത്ത ഗായിക സിത്താര കൃഷ്ണകുമാറും നയിക്കുന്ന സംഗീത മഹാനിശയ്ക്കാണ് ബഹ്റൈൻ സാക്ഷിയാകാൻ ഒരുങ്ങുന്നത്. കൂടെ സ്റ്റാർ സിംഗർ സീസൺ 9 ഫൈനലിസ്റ്റുകളായ അരവിന്ദ് ദിലീപ് നായർ, ബൽറാം, നന്ദ ജയദീപൻ, അനുശ്രീ അനിൽകുമാർ എന്നിവരും കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ട ഗായകൻ കൗശിക്കും വേദിയെ ധന്യമാക്കും. അവതാരകനായ മലയാളികളുടെ പ്രിയപ്പെട്ട താരം മിഥുനും അനുകരണ കലയിൽ വേറിട്ട വൈഭവം തെളിയിച്ച അശ്വന്ത് അനിൽകുമാറും പരിപാടിക്ക് മാറ്റുകൂട്ടാൻ എത്തുന്നുണ്ട്. ബഹ്റൈൻ പ്രവാസികളുടെ കലാഹൃദയങ്ങളിൽ എക്കാലവും ഓർത്തിരിക്കാൻ ഗൾഫ് മാധ്യമം സമ്മാനിച്ച മനോഹര രാവുകളാണ് ഹാർമോണിയസ് കേരള, റെയിനി നൈറ്റ്സ്, ബഹ്റൈൻ ബീറ്റ്സ്, മധുരമായി പാടാം എന്നീ വിശ്വരാവുകളുടെ തുടർച്ചയായാണ് വൈബ്സ് ഓഫ് ബഹ്റൈനും എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 34619565 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റിൽ tickets.mefriend.com എന്ന ലിങ്ക് വഴി സ്വന്തമാക്കാവുന്നതാണ്. ലാൽ കെയേഴ്സ് മെഡിക്കൽ ക്യാമ്പിന് വൻ ജനപങ്കാളിത്തം. ബഹ്റൈൻ ലാൽ കേസ് പ്രതിമാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടൻ മോഹൻലാലിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചു നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ബ്ലഡ് പരിശോധനകളും ഡോക്ടർമാരുടെ പരിശോധനയും തികച്ചും സൗജന്യമായി നടത്തിയ ക്യാമ്പിന്റെ ഔദ്യോഗിക യോഗത്തിൽ പ്രസിഡന്റ് FM ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ മുഖ്യ അതിഥിയായിരുന്നു. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ KT സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ കേസ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ, ട്രഷറർ അരുൺ G നെയ്യാർ എന്നിവർ ചേർന്ന് അൽ ഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധി ഷിജിൻ B രാജുവിന് ലാൽ കെയേഴ്സിന്റെ ഉപഹാരം കൈമാറി. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ജോർജ്, സാമൂഹ്യ പ്രവർത്തകരായ ജ്യോതിഷ് പണിക്കർ, അനിൽ UK, മോനി ഒടിക്കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പ് കൺവീനർ വിപിൻ സ്വാഗതവും ലാൽ കെയേഴ്സ് സെക്രട്ടറി ഷൈജു കൻപ്രത് നന്ദിയും പറഞ്ഞു. ജെയ്സൺ, ഗോപേഷ് അടൂർ, നിതിൻ തൻപി, തോമസ്, അരുൺ തൈക്കാട്ടിൽ, വിഷ്ണു വിജയൻ, നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഭാവിക്, അഖിൽ, നന്ദൻ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഷിഫ അൽ ജസീറ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസി ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടന നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 47ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഹമലയിൽ വെച്ച് നടന്നത്. ഹമല ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനവും സൗജന്യമായാണ് നൽകിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ക്യാമ്പിന്റെ ഭാഗമായി. മികച്ച രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ശ്രദ്ധേയമായി. IYCC ഏരിയ പ്രസിഡന്റ് വിജയൻ TPയുടെ അധ്യക്ഷതയിൽ ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗന്യൂഡ്, വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, മുൻ ദേശീയ പ്രസിഡന്റുമാരായ ഫാസിൽ വട്ടോളി, ജിതിൻ പരിയാരം, എക്സിക്യൂട്ടീവ് അംഗം അൻസാർ TE എന്നിവർ സംസാരിച്ചു. IYCC കോർ ഭാരവാഹികൾ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിവിധ ഏരിയ ഭാരവാഹികൾ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. IYCC ഹമദ് ടൗൺ ഏരിയ ട്രഷറർ ശരത് കണ്ണൂർ, ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ പ്രതിനിധികൾ, IYCC ഏരിയ പ്രതിനിധികളായ നസീർ പന്നാനി, റോയ് മത്തായി, ജയൻ, അനീഷ്, അരുൺ, ഫൈസൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഹോസ്പിറ്റലിലുള്ള മെമന്റോ ഏരിയ പ്രസിഡന്റ് വിജയൻ TP ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ ഹമല ബ്രാഞ്ച് പ്രതിനിധി ഡോക്ടർ ജാസ്മിൻ മൊയ്തുവിന് കൈമാറി. നിർമ്മാണ തൊഴിലാളികൾക്ക് കൈത്താങ്ങായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ്. നിർമ്മാണ തൊഴിലാളികൾക്ക് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സോഷ്യൽ ഗ്രൂപ്പ് ബഹ്റൈൻ, ബസ് ഗോ കാർട്ട്,
തൊപ്പികൾ, പഴങ്ങൾ, ജ്യൂസ്, വാട്ടർ ബോട്ടിലുകൾ എന്നിവ വിതരണം ചെയ്തു. ജുഫായ്, അദ്ലിയ, ഉമ്മലസം പ്രദേശങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങളിലെ തൊഴിലാളികൾക്ക് ആണ് വിതരണം ചെയ്തത്. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസിന്റെ ബീറ്റ് ദി ഹീറ്റ് 2025 സംരംഭത്തിന്റെ ഭാഗമായി വേനൽക്കാലം ആരംഭിച്ചപ്പോൾ മുതൽ ബഹ്റൈന്റെ വിവിധയിടങ്ങളിൽ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. വേനൽക്കാലം അവസാനം വരെ ഈ സംരംഭം തുടരുമെന്നും ഭാരവാഹികളായ സെയ്ദ് ഹനീഫ്, ഫസൽ റഹ്മാൻ എന്നിവർ പറഞ്ഞു. കുവൈറ്റ് ഉൾപ്പെടെ 4 ഗൾഫ് രാജ്യങ്ങൾക്ക് ചൈന വിസ രഹിത പ്രവേശനം പ്രഖ്യാപിച്ചു. ഈ വർഷം ജൂൺ 9 മുതൽ 2026 ജൂൺ 8 വരെ സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചൈനയിൽ പ്രവേശിക്കാൻ വിസ ആവശ്യമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് അറിയിച്ചു. വ്യാപാരം, വിനോദസഞ്ചാരം, കുടുംബ സന്ദർശനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് 30 ദിവസം വരെ സന്ദർശകർക്ക് ചൈനയിൽ താമസിക്കാനാകും. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിച്ച് രാജ്യത്തെ ടൂറിസവും വ്യാപാരവും വളർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനം. നേരത്തെ വിസ ഇളവ് ലഭിച്ച UAE-യും ഖത്തറും ഉൾപ്പെടെ GCC രാജ്യങ്ങൾക്ക് മുഴുവൻ ഇതോടെ പൂർണ്ണ വിസ രഹിത പ്രവേശനം ലഭ്യമായി. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കുന്നത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിനു ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിനു ശേഷമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മഴ ശക്തമായ പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിലാണ് സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുന്നത്. നേരത്തെ ജൂൺ 2 തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിലുടനീളം കനത്ത മഴയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവധി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. ഹൈസ്കൂളുകളിൽ ക്ലാസ് സമയം കൂടും. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂട്ടുക. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. ഒപ്പം തുടർച്ചയായി 4 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും. ആകെ 205 പ്രവൃത്തി ദിനങ്ങൾ. UP-യിൽ 2 ശനിയാഴ്ചയും ഹൈസ്കൂളിന് 6 ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാക്കും. LP ക്ലാസുകൾക്ക് ഇത്തവണ അധിക ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് LP ക്ലാസുകളിൽ പ്രതിവർഷം 800 മണിക്കൂർ ക്ലാസ്സാണ് നിർദ്ദേശിക്കുന്നത്. അതിന് ഈ പ്രവൃത്തി ദിനങ്ങൾ മതിയാകും. ഹൈസ്കൂളുകളിൽ 1200 മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് 7 അധിക പ്രവൃത്തി ദിവസങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ വിദ്യാഭ്യാസ ഗുണനിലവാര സമിതി യോഗത്തിലാണ് തീരുമാനം. വിദ്യാഭ്യാസ കലണ്ടർ തീരുമാനിച്ചില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് വരേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂൺ 2 സ്കൂൾ തുറന്നാൽ കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കാൻ മന്ത്രി വെള്ളിയാഴ്ച അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. രാജ്യത്ത് 2710 പേർ കോവിഡ് രോഗബാധിതർ. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 1147 കോവിഡ് കേസുകൾ. ആശങ്ക ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. രാജ്യത്ത് നിലവിൽ 2710 പേർ കോവിഡ് ബാധിതരാണെന്നും സജീവ കേസുകളിൽ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. 1147 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുതലായതിനാലാണ് കേസുകളുടെ എണ്ണവും കൂടുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 2025 ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 22 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.